ഹായ് ഗായ്സ്, വെൽക്കം ടു ത്രിനികാമറിയ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഞങ്ങൾ ഇന്ന് സർക്കസ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പൊ സമയം ഒരു 6:30 ആ ടൈം ആയിട്ടുണ്ട്. ഞങ്ങൾ 1 മണിക്കുള്ള ഷോയ്ക്കാണ് ആദ്യം പോകാന്ന് വിചാരിച്ചത്. അന്നേരം അപ്പ ബിസിയായ കാരണം അത് 4 മണിക്കുള്ള ഷോ. 4 മണിയായപ്പോഴും അപ്പ ബിസിയായ കാരണം 7 മണിയുള്ള ഷോ ആക്കിയിട്ടുണ്ട്. ഇതിനി പോകാൻ പറ്റുമെന്നാണ് വിശ്വാസം. ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുവാണ്. അപ്പനെ വിളിച്ചിട്ടുണ്ട്, അപ്പ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്താവും അറിയത്തില്ല. എന്തായിരുന്നാലും അവര് പോകാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഞങ്ങൾ ഒരുങ്ങി നിൽക്കുവാണ്. ഇവിടെ ആശ്രമ മൈതാനത്താണ് കേട്ടോ. ഞങ്ങൾക്ക് ഒരു 10 മിനിറ്റ് ഓട്ട് ഇരുന്നാൽ മതിയാകും അവിടെ എത്താൻ. ജെമിനി സർക്കസ് ആണ് കാണാൻ പോകുന്നത്. ഞങ്ങൾ ഓൾറെഡി ഇത് കണ്ടിട്ടുള്ളതാണ്. രണ്ടും കണ്ടിട്ടുണ്ടല്ലോ. ജംബോയും കണ്ടിട്ടുണ്ട്, ജെമിനിയും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കൊച്ചിലേക്ക് കാണാൻ പോയിട്ടുണ്ട്. പിന്നെ വളർന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയിട്ടില്ല. സർക്കസ് കാണാൻ പോയിട്ടില്ല. അല്ലാതെ ഇങ്ങനെ ഫെസ്റ്റിവൽ കാര്യമൊക്കെ വരുമ്പോൾ കാണാൻ പോയിട്ടുണ്ട്. കൊച്ചിലെ എനിക്കൊന്നും ഞാൻ ഒരു 7-ലോ 8-ലോ ആ ഒരു പീരങ്കിയിൽ വെച്ചായിരുന്നു. ആശ്രാമത്തല്ല, പീരങ്കിയിലായിരുന്നു കാണാൻ പോയത്. പീരങ്കിയിൽ അപ്പോഴൊക്കെ സർക്കസ് ഒക്കെ നടക്കുമായിരുന്നു. ആ സമയത്തായിരുന്നു തോന്നുന്നു കാണാൻ പോയത്. എനിക്ക് ഓർമ്മയില്ല. കുഞ്ഞിലെ കാണാൻ പോയിട്ടുള്ളതായിട്ട് ഓർമ്മയുണ്ട്. കുറച്ച് പൊമേറിയൻ ഡോഗ്സിന്റെയും ഞാൻ ലൈവായിട്ടൊക്കെ, പിന്നെ തത്തകളുടെ, പിന്നെ മറ്റേ ഒരു ഉണ്ട സാധനത്തിൽ കിടന്ന് 2 പേര് ഹിപ്പോപ്പൊട്ടാമസിനെയൊക്കെ നമ്മള് കണ്ടായിരുന്നു. ഹിപ്പോപ്പൊട്ടാമസിനെയൊക്കെ കണ്ട്. ഇതിനി എങ്ങനെയാന്ന് അറിയത്തില്ല. അതേ സെയിം ആണോന്നും അറിയത്തില്ല. കാരണം കുഞ്ഞിലെ കണ്ടുകൊണ്ട് വലിയ ഓർമ്മകളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. ചെറിയ ചെറിയ ഓർമ്മകളൊക്കെ ഉള്ളു. ഇനി പോയെന്ന് ഓർമ്മ ഒന്നും കൂടെ പുതുക്കണം. ശരി, ഞങ്ങള് സർക്കസിന്റെ വിശേഷങ്ങൾ സർക്കസ് ഒക്കെ കണ്ടു വന്നതിന് ശേഷം പറയാം. സർക്കസ് ഞങ്ങള് വീഡിയോ എടുത്ത് ഇടുകയും ചെയ്യാമേ. കുറച്ച് പാർട്ടൊക്കെ ഇടാൻ പറ്റത്തുള്ളേ, നോക്കട്ടെ. കാരണം അവരൊന്നത് അങ്ങനെ നടത്തുന്നാകുമ്പോ നമ്മൾ ഫുള്ള് എടുത്ത് റെക്കോർഡ് ചെയ്തിടുന്നത് അത്ര നല്ല സ്വഭാവമല്ല. അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതെ, ശരി, ബാക്കി വ്ലോഗിൽ കാണാം. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയായിരുന്നു കേട്ടോ. ഒരു 6:50 ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം വരാൻ കുറച്ച് ലേറ്റായി. അപ്പയ്ക്ക് എന്തോ വെയിറ്റിംഗ് ഓട്ടോ എന്തോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ അപ്പയ്ക്ക് വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോഴും ലേറ്റായി. അതിനിടയിൽ അപ്പയുടെ ഓട്ടോയിലിരുന്ന ഒരാൾ ഹെഡ്സെറ്റ് മറന്നുപോയി, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്. അപ്പം അതും കൂടി അവർക്ക് തിരിച്ചു കൊടുക്കണമായിരുന്നു. ഒരു ഓട്ടോയിൽ വെച്ച് മറന്നു പോയായിരുന്നു. അങ്ങനെ അവർക്ക് കൊടുത്തിട്ടൊക്കെയാണ് ഞങ്ങൾ തിരിക്കുന്നത് അങ്ങോട്ടേക്ക്. അപ്പം ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും കുറച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് തന്നെ ആയിരുന്നു, കുറച്ച് തുടങ്ങിയായിരുന്നു. ഞങ്ങൾ കയറുന്നത് ഒരു 7 മണി കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു. 7:05 ആയായിരുന്നു ഞങ്ങൾ അവിടെ എത്താറൊക്കെ ആയപ്പോഴത്തേക്കും. പിന്നെ വണ്ടി ഒതുക്കി പെട്ടെന്ന് ധൃതിയിലായിരുന്നു ഞങ്ങൾ കയറുകയൊക്കെ ചെയ്തത്. ഇതാണ് കേട്ടോ മൈതാനത്തിൻ്റെ ആ ഒരു എൻട്രൻസിലോട്ടുള്ള വഴി ഇതാണ്. അവിടെ ഇനി വണ്ടർഫാൾസും കൂടെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഫ്ലെക്സാണ് ഇവിടെ കാണുന്നത്. ഞങ്ങളങ്ങനെ മൈതാനത്തിൽ കയറി വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് കയറിയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾക്ക് ആക്ച്വലി ഒരു ടെൻഷനും കൂടെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, ഏഞ്ചൽ വാവ ഞങ്ങളുടെ കൂടെ ഇല്ല. ഏഞ്ചൽ വാവനെ ഞങ്ങൾ അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. കാരണം സൗണ്ടൊക്കെ ആയിരിക്കത്തില്ലേ, അപ്പം മോൾക്ക് ഡിസ്റ്റർബ് ആയാലോ, ഒച്ചയൊക്കെ കാരണം കുഞ്ഞു കിടന്ന് കരഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ആളെ കൊണ്ടുവന്നില്ല. പിന്നെ അമ്മയ്ക്കും ഈ സർക്കസ് കാണുന്നതിനോട് താല്പര്യമില്ല. കാരണം അമ്മ ഒരു വട്ടം ഇതണൊക്കെ കാണാൻ പോയപ്പം ഒരാൾക്ക് ആക്സിഡൻ്റ് ആയി. അവരത് ലൈവായിട്ട് കണ്ടു. ഈ മറ്റേ ഒരു ഗോളത്തിനകത്ത് കിടന്ന് കറങ്ങുന്ന, ബൈക്ക് കറങ്ങുന്നതിനകത്ത്. അപ്പം അതിനുശേഷം അമ്മ അങ്ങനെ പോയിട്ടില്ല ഇത് കാണാനായിട്ട്, സർക്കസ് കാണാൻ. ഇത് കാണാൻ വിളിച്ചപ്പോഴും അമ്മ വന്നില്ലായിരുന്നു. അപ്പൊ ഞങ്ങള് സർക്കസ് എല്ലാം കഴിഞ്ഞ് എത്തിയിട്ട് കുറച്ചു നേരമായി. ഒരു 9:30 ആയപ്പോ തിരിച്ചെത്തി കേട്ടോ. അവിടെ ഞാൻ എന്താ പറയണ്ട, പ്രതീക്ഷിച്ച അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി അത് തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. അപ്പൊ 2 ആഴ്ചക്ക് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച കണക്കൊന്നും അങ്ങനെ ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന്. അപ്പൊ കണ്ടപ്പോഴൊക്കെ കുറെ ആനിമൽസിന്റെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊമേറിയൻ ഡോഗ്സിന്റെ ആണെങ്കിലും പിന്നെ തത്തയുടെ ഒക്കെ കണ്ടിട്ടുണ്ട്.
പക്ഷെ ഇവിടെ പോയപ്പോ അതൊന്നും ഇല്ല ഇല്ലായിരുന്നു. ആർട്ടിഫിഷ്യൽ ആയിട്ട് കുറച്ച് ആനിമൽസിനെ അവർ ചെയ്തു വെച്ചിട്ടുള്ളതേ ഉള്ളൂ. ഫ്രണ്ടിൽ കുറച്ച് നേരം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ വീഡിയോ ഇടാം, അപ്പൊ കാണുമ്പോ മനസ്സിലാവും. പക്ഷേ എന്തോ പറയണ്ട, ഒറിജിനൽ ആനിമൽ ആയിട്ട് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങള് അന്ന് പോയി കണ്ടപ്പം ഹിപ്പോപ്പൊട്ടാമസിനെ എല്ലാം ഞങ്ങൾക്ക് അടുത്തൊന്ന് കാണാനൊക്കെ പറ്റിയായിരുന്നു. അവര് ഫുഡ് കൊടുക്കുന്നതെല്ലാം നമുക്ക് കാണാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ ഒന്നുമില്ല. സത്യം പറഞ്ഞ 7 മണിക്ക് ഷോ തുടങ്ങി. കറക്റ്റ് തുടങ്ങുന്ന സമയത്താണ് കേട്ടോ ഞങ്ങളവിടെ എത്തുന്നത് തന്നെ. തിരക്ക് കുറവായിരുന്ന കാരണം പ്രത്യേകിച്ച് സീനൊന്നും ഇല്ലായിരുന്നു. പിന്നെ അകത്ത് കയറിയപ്പോ തന്നെ ഭയങ്കര സീറ്റൊക്കെ ഓൾമോസ്റ്റ് കാലിയായിരുന്നു. വെറുതെ കിടക്കുമായിരുന്നു, ഇഷ്ടമുള്ളടത്ത് കയറി ഇരിക്കായിരുന്നു. അവര് ടിക്കറ്റിന്റെ റേറ്റ് അനുസരിച്ച് ഇങ്ങനെ സീറ്റുകൾ മാറ്റി മാറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു, കസേരകള്. ഞങ്ങള് നടുക്കുള്ള സീറ്റിലായിരുന്നു ഇരുന്നത്. ഞങ്ങള് നോക്കിയപ്പം എല്ലായിടവും കാലിയൊക്കെയായിരുന്നു കേട്ടോ. തുടക്കത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റോടെയൊക്കെ നോക്കിയിരുന്നു. പിന്നെ ബോറടിച്ച് ഇതെന്താ തീരാ. ഞാനൊരു 8:30 ആയപ്പോഴും എനിക്ക് അവിടെ ഉറക്കം. എനിക്ക് 8:30 ആയപ്പോഴും എനിക്ക് ബോറടിച്ച് തുടങ്ങി. പിന്നെ കൊതുകും ഉണ്ടായിരുന്നു രാത്രിയായ കാരണം. ഞാൻ കാലൊക്കെ കസേരയുടെ മൊത്തം മണ്ടക്കിട്ട് ചമ്മണക്കാറ്റിട്ടൊക്കെ ഇരിക്കായിരുന്നു. കാരണം ബോറടിച്ചെനിക്ക് തീർന്നാ മതി എന്നായിരുന്നു. ഞാൻ ഓരോ 5 മിനിറ്റും ഫോൺ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. സമയത്രേ. ഒന്നാമത്തെ കാര്യം ഏഞ്ചലും അവനും ഇവിടെ ഞങ്ങൾ അമ്മേനെ ഏൽപ്പിച്ചിട്ടാ പോയത്. അപ്പം ആളെങ്ങനെയാണ്, ആളുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം വന്നപ്പോ ആള് കുഴപ്പമൊന്നുമില്ല, കൂളായിട്ട് ഇരിക്കുന്നു. പക്ഷെ അതില് ഞങ്ങൾ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഏഞ്ചലിനെ കൊണ്ടുപോകാത്തത്. കാരണം ഇതിന് മുന്നേ പോയ അനുഭവം കൊണ്ട്. പക്ഷെ അവര് ഓൾറെഡി ആൾക്കാർ കുറവായ കാരണം ഒരു സ്പീക്കർ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഭയങ്കര സൗണ്ട് എന്ന് പറയുന്നില്ലായിരുന്നു. ആകെ മറ്റേ ആ റൗണ്ടിന്റെ അകത്തിറന്ന് കറങ്ങുന്നത് മാത്രം. പിന്നെ ലാസ്റ്റ് അവസാനത്തെ ഇതിന് ഒരു പടക്കം പൊട്ടുന്നുള്ളൊരു സൗണ്ട് ഉണ്ട്. അതൊട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നും. ഞെട്ടിപ്പോയി ഞങ്ങള്. ഞാൻ അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. സാധാരണ ഓരോന്നും വരുമ്പോ ഓരോരോ മ്യൂസിക് ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മ്യൂസിക് വന്നിട്ട് വീഡിയോ എടുക്കാന്ന് വെച്ചാൽ ഞാൻ നോക്കിയത് ടപ്പേന്ന് പറഞ്ഞാണില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എല്ലാരും ഞെട്ടിപ്പോയി. അതോടെ തീർന്നു. അവരുടെ എഫേർട്ട് ഒക്കെ കൊള്ളായിരുന്നു. ചിലതൊക്കെ നമുക്ക് കണ്ടു നിൽക്കാനായിട്ട് തോന്നും. കാരണം അയ്യോ ഇതെങ്ങനെ വീഴത്തില്ലേ എന്നൊരു ഇതൊക്കെ വരും. ചിലതൊക്കെ നമ്മള് ബോറടിക്കും. പക്ഷെ അവരുടെ ഫ്ലെക്സിബിലിറ്റി ഒക്കെയാണ്. ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരുന്നു കേട്ടോ ചാട്ടത്തിന്. ആ വീഡിയോ ഞാൻ എല്ലാ ക്ലിപ്സൊന്നും എടുത്തിട്ടില്ല. ഓരോന്നിന്റെയും ഒരു 1 മിനിറ്റോ 30 മിനിറ്റോ ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരാള് ഇങ്ങനെ മേളിൽ കിടന്ന് ഊഞ്ഞാല് പോലത്തെ ആടും. എന്നിട്ട് അതിനകത്തുനിന്ന് വേറൊരാള് വന്ന് ചാടിപ്പിടിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അതിനിടയിൽ ഞങ്ങളും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ആ ഒരു ഇത് ഞങ്ങൾ മുഴുവനും എടുത്തില്ല, കുറച്ചേ എടുത്തുള്ളൂ. ഇതിങ്ങനെ അവര് കാണിക്കുന്നത്. കുറച്ച് ഫൺ എലമെന്റിന് വേണ്ടി ജോക്കേഴ്സൊക്കെ താഴെ വന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. സമയം കൊണ്ട് അവർ ബാക്കിയുള്ളത് മാറ്റിയിട്ട് ബാക്കിയിടെയൊക്കെ ആയിരുന്നു ചെയ്യുന്നത്. ഇത് അത് തന്നെ സെയിം സാധനം തന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടൊക്കെ കാണിക്കുന്നതായിരുന്നേ. ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇത് ഗേൾസിന്റെ എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു പരേഡായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ചേർന്നൊരു പരേഡ്.
ഞങ്ങൾക്ക് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ബോറടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. സമയം നോക്കിയപ്പം 8:30 ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടോ, 8:30 ആയതേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്കിത് തീരത്തില്ലേ എന്നുള്ളൊരു ഇതും കൂടിയിട്ടായിരുന്നു. ഇത് കാണാൻ ഒരു സാഹസികതയായിരുന്നു കേട്ടോ. റൗണ്ടിൽ കൂടെയൊക്കെ കിടന്നോടും, ആ റൗണ്ടിൻ്റെ മുകളിൽ കൂടെയൊക്കെ കിടന്നോടും. അങ്ങനെ നമ്മളുടെ ടെൻഷൻ കയറ്റിക്കും എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു നല്ല രസമായിരുന്നു ഇത് കണ്ടിരിക്കാൻ. ഈ സാധനത്തിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്. അമ്മയ്ക്ക് ഇത് കണ്ടതിന് ശേഷമാണ് അമ്മ സർക്കസ് കാണൽ നിർത്തിയത്. കാരണം ഇത് കണ്ടപ്പം ലൈവായിട്ട് ഇതിനകത്തുള്ള ഒരു ആക്സിഡൻ്റ് ആയായിരുന്നു. അതിനുശേഷം അമ്മ സർക്കസ് കാണൽ നിർത്തിയതാണ്. അത് ഞങ്ങൾ വിളിച്ചിട്ടും വരാതിരുന്നത്.
ഇത് ഒരാള് 30 കിലോ ഉള്ള ആ ഒരു ഓരോ ബോളിനും 30 കിലോ വീതമാണ്. അപ്പോൾ അത് ഒറ്റ കൈ കൊണ്ട് തൂക്കുകയും പിന്നെ വാ കൊണ്ട് തൂക്കുകയും 2 കൈയിലും വായിലും വെച്ച് തൂക്കുകയും ദേഹത്തൂടെയൊക്കെ എടുത്ത് എറിയുകയൊക്കെ ചെയ്യുന്നതൊക്കെ ആയിരുന്നു കേട്ടോ. അതെങ്ങനെ അയാൾ ചെയ്തോന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയത്തില്ല. കാരണം അവരുടെയൊക്കെ ഒരു സ്കില്ലാണ് അതൊക്കെ. ഇത് ലാസ്റ്റായിട്ടുണ്ടായിരുന്ന ഒരു ഡാൻസ് ആയിരുന്നു കേട്ടോ. ഇതോടുകൂടി സർക്കസ് അവസാനിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സർക്കസ് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ആ സൈഡിലൊക്കെ കാണുന്നതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തു വെച്ച കുറച്ച് ആനിമൽസൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇറങ്ങി പെട്ടെന്ന് തന്നെ വീടെത്തി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. ബൈ. See you on next video.